തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെ മുഴുവൻ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുകയാണ്. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുമെന്ന ഉറപ്പ് നിരന്തരം ലംഘിക്കപ്പെടുമെന്ന് സമരക്കാർ ആരോപിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം കനക്കുകയാണ്. റോഡ് ഉപരോധിച്ച് ഉള്ള പ്രതിഷേധമാണ് നിലവിൽ നടക്കുന്നത്. കളക്ടർ എത്തി ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സമരക്കാർ, അല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിലേക്ക് മുതലപ്പുഴക്കാർ പോകുന്നു, മത്സ്യത്തൊഴിലാളികൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അഴിമുഖത്ത് മണൽ നീക്കം നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിനകത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തി നോക്കി. പക്ഷേ പ്രതിഷേധത്തിൽ ഒന്നും പരിഹാരം കാണാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് റോഡ് ഉപരോധത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉപരോധ സമരം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള റോഡുകൾ ഉപരോധിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. 300ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. എത്രയും വേഗം തന്നെ അഴിമുഖത്തെ മണൽ ഡ്രഡ്ജർ എത്തിച്ച് നീക്കം ചെയ്യുക, മുതലപ്പുഴയിലെ അശാസ്ത്രീയത പരിഹരിക്കുക, ഈ 2 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ സമരം നടത്തുന്നത്. അതിശക്തമായ സമരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നു. കളക്ടർ തന്നെ നേരിട്ടെത്തി തങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ ഈ പ്രശ്നം പറയുന്നുണ്ട്. പക്ഷേ പരിഹരിക്കാനായിട്ട് ആരും എത്തുന്നില്ല, ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ അഴിമുഖത്ത് മണൽ നിറഞ്ഞ് ഇതുവഴി കൂടി ആ ഭാഗത്തേക്ക് കൂടി കടലിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് പോകുന്ന ചെറുവള്ളങ്ങളെ ഉൾപ്പെടെ ഈ ഒരു പ്രശ്നം ബാധിക്കുന്നുണ്ട്. വള്ളം മറിയുന്ന ഘട്ടത്തിലേക്ക് വരെ ഈ സാഹചര്യം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ സമരത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ളവയാണ് നടത്തുന്നത്. ഈ സ്കൂൾ ബസ്സും ആംബുലൻസും ഉൾപ്പെടെ മാത്രം കടത്തിവിട്ടുകൊണ്ട് മറ്റ് വാഹനങ്ങളെ ഒക്കെ തടഞ്ഞുകൊണ്ടാണ് ഈ ഉപരോധ സമരം നടത്തുന്നത്. പെരുമാതുറ, മുതലപ്പുഴ, പൂന്തുറ ഭാഗങ്ങളിലെ റോഡുകൾ പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. ഈ സമരം നടത്തുന്നത് വഴി ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം, കളക്ടർ തന്നെ നേരിട്ടെത്തി നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് സമരക്കാരുടെ ആവശ്യം. 300ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഈ ഉപരോധ സമരത്തിലും പണിമുടക്കിലും പങ്കെടുക്കുന്നത്. സൂര്യ, ഇത് ആദ്യമായിട്ടല്ല, നിരവധി തവണ ഇവർ ഇത്തരം ഈ ഒരു പ്രശ്നം സർക്കാരിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ഒരു അധികൃതരുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പല തവണയും ഇത് ചർച്ചയ്ക്ക് എടുക്കും എന്നല്ലാതെ ഇത്തരത്തിൽ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു സമരത്തിലേക്ക് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ കടക്കുന്നത്. നിരന്തരമായി ഈ ഒരു പ്രദേശത്ത് അപകടങ്ങൾ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ മുതലപ്പുഴി അഴിമുഖത്ത് മണൽത്തിട്ട അത് സാധാരണഗതിയിൽ ഉള്ളതാണ്. പക്ഷേ സമയബന്ധിതമായിട്ട് അത് കൃത്യമായിട്ട് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ഡ്രഡ്ജർ എത്തിച്ച് ആ മണൽ നീക്കം മുഴുവൻ സാധ്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ധൈര്യമായിട്ട് അവരുടെ യാത്ര സുഖകരമാക്കാൻ കഴിയുകയുള്ളൂ കടലിൻ്റെ ഉള്ളിലേക്ക് എന്നുള്ളതാണ്. വലിയ അപകടങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഉണ്ടായത് വഴി. പക്ഷേ അത് ഭരണാധികാരികൾക്ക് മുന്നിൽ നിർദ്ദേശം വെച്ചിട്ടും പലതരത്തിലുള്ള സമരപരിപാടികൾ നടത്തിയിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല, നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ അടുത്തിടയ്ക്കാണ് ഈ മണൽത്തിട്ടയിൽ തന്നെ ഫുട്ബോൾ കളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. പക്ഷെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സമരപരിപാടികൾ നടത്തിയിട്ടും അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല, അവർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. മണൽക്കട്ട നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള അടിയന്തര ഇടപെടലുകൾ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ രോക്ഷം മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്.